വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ സുവിശേഷം 8-ാം അധ്യായം യേശുവിന്റെ ഉപദേശങ്ങളും അത്ഭുതങ്ങളും ഒരുമിച്ച് അവതരിപ്പിക്കുന്ന ഒരു പ്രധാന അധ്യായമാണ്. യേശു ഗലീലയിൽ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ മരിയ മഗ്ദലന, യോവന്ന, സൂസന്ന എന്നീ സ്ത്രീകളും അവിടുത്തെ ശുശ്രൂഷയിൽ സഹായിച്ചു. ദൈവരാജ്യത്തിന്റെ വചനം മനുഷ്യഹൃദയങ്ങളിൽ എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു എന്നത് 4 തരത്തിലുള്ള മണ്ണിൽ വിതയ്ക്കുന്ന വിത്തിന്റെ ഉപമയിലൂടെ യേശു വിശദീകരിക്കുന്നു. നല്ല മണ്ണിൽ വീണ വിത്ത് മാത്രമാണ് ഫലം കൊടുക്കുന്നത്. ദൈവവചനം മറയ്ക്കാനുള്ളതല്ല, മറിച്ച് വെളിച്ചമാക്കി മറ്റുള്ളവർക്കും പ്രകാശിപ്പിക്കാനുള്ളതാണ്. ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കുന്നവരെയാണ് യേശു തന്റെ സഹോദരന്മാരും സഹോദരിമാരും എന്ന് വിളിക്കുന്നത്. കടലിൽ പടവിലുണ്ടായ കൊടുങ്കാറ്റിൽ യേശു കാണിച്ച അധികാരം ശിഷ്യരുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നു. ഗരസേന ദേശത്തെ ലെഗ്യോൻ എന്ന് വിളിക്കുന്ന ദുഷ്ടാത്മാക്കൾ ബാധിച്ച മനുഷ്യനെ യേശു സ്വതന്ത്രനാക്കുന്നു. രക്തസ്രാവം അനുഭവിച്ച സ്ത്രീയുടെ വിശ്വാസം കൊണ്ടുള്ള സ്പർശനം സൗഖ്യം നൽകുന്നതും ജൈറോസിന്റെ മകളുടെ കാര്യത്തിൽ മരണം പോലും യേശുവിന് കീഴടങ്ങുന്നതുമാണ് ഇവിടെ കാണുന്നത്. പ്രതീക്ഷ നഷ്ടപ്പെടാത്ത വിശ്വാസം ഏറ്റവും പ്രധാനമാണെന്ന് ഇവിടെ തെളിയിക്കുന്നു. വിശുദ്ധ ലൂക്കാ 9-ാം അധ്യായം യേശുവിന്റെ ശുശ്രൂഷയിലെ പ്രധാന സംഭവങ്ങളും ഉപദേശങ്ങളും ഉൾക്കൊള്ളുന്നു. യേശു തന്റെ 12 ശിഷ്യന്മാർക്ക് രോഗശാന്തി, ദുഷ്ടാത്മാക്കളെ പുറത്താക്കൽ, സുവിശേഷം പ്രസംഗിക്കൽ എന്നീ അധികാരങ്ങൾ നൽകി അയക്കുന്നു. പിന്നീട് യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ ഭക്ഷിപ്പിക്കുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് ഉത്തരം നൽകി, നീ ദൈവത്തിന്റെ ക്രിസ്തുവാണ്. 9-ാം അധ്യായം 20-ാം തിരുവചനം. യേശു തന്റെ മരണം, ഉയർപ്പ് എന്നിവയെക്കുറിച്ച് ആദ്യമായി പ്രവചിക്കുന്നു. അവൻ അരുളി ചെയ്തു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. 9-ാം അധ്യായം 22-ാം തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.